ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നിങ്ങളിൽ, നിങ്ങളോട് കൂടെ, നിങ്ങളുടെ അരികിൽ പാരക്ലേത്തായെക്കുറിച്ച്, പരിശുദ്ധ റൂഹായെക്കുറിച്ച് ഈശോ പറഞ്ഞതാണ്. ലത്തീൻ വേദപാഠകം ഉയർപ്പ് കാലം 6-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെ തിരുവചനങ്ങളാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു മധ്യസ്ഥനെ അവർ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ ലോകം നിരീക്ഷിക്കുകയോ അറിയുകയോ ചെയ്യാത്തതിനാൽ അവനെ സ്വീകരിക്കാൻ അതിന് കഴിയുകയില്ല. എന്നാൽ അവൻ നിങ്ങളുടെ അരികിൽ വസിക്കുകയും നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അല്പസമയം കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിക്കുകയും അവന് എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങളിൽ, നിങ്ങളുടെ അരികിൽ, നിങ്ങളോട് കൂടെ, ആ 3 വാക്കുകളുടെ അർത്ഥം പരിശോധിക്കുന്നതിന് മുൻപ് ഈ പരിശുദ്ധ റൂഹായെക്കുറിച്ചുള്ള 2 കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തിയത് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. മറ്റൊരു മധ്യസ്ഥനെ എന്നാണ്. മറ്റൊരു മധ്യസ്ഥനെ നമ്മളങ്ങനെ തർജ്ജമ ചെയ്യുന്നു. മറ്റൊരു പാരക്ലേത്തയെ എന്നാണ് കർത്താവ് പറഞ്ഞത്. മറ്റൊരു മധ്യസ്ഥൻ. ഒന്നാമത്തെ പാരക്ലേത്ത, ഒന്നാമത്തെ മധ്യസ്ഥൻ യേശുവാണ്. 1 യോഹന്നാൻ 2:1-2 അത് എഴുതിയിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ മധ്യസ്ഥൻ യേശുവാണെന്ന് 1 യോഹന്നാൻ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ മധ്യസ്ഥൻ അവൻ ഏക മധ്യസ്ഥനാണ്. അത് 1 തിമോത്തി 2:5-6 എഴുതിയിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് മറ്റൊരു മധ്യസ്ഥനാണ്. ഏകസത്യ ദൈവം 3 ആളുകളായിരിക്കുന്നത് പോലെ മധ്യസ്ഥൻ, ഒന്നാമത്തെ മധ്യസ്ഥൻ യേശുവാണ്, മറ്റൊരു മധ്യസ്ഥൻ പരിശുദ്ധാത്മാവാണ്. ഇതൊന്നും തന്നെ വൈരുദ്ധ്യമായിട്ട് ബൈബിൾ കാണുന്നില്ല. ഏകസത്യ ദൈവം 3 ആളായിരിക്കുന്നത് പോലെ ഏക മധ്യസ്ഥൻ 2 മധ്യസ്ഥന്മാരാണ്. ഒന്നാമത്തെ മധ്യസ്ഥൻ ഈശോ മിശിഹ, മറ്റൊരു മധ്യസ്ഥൻ പരിശുദ്ധ റൂഹ. ഈ ഒന്നാമത്തെ മധ്യസ്ഥനായ യേശുവിന്റെ പിൻഗാമിയാണ് മറ്റൊരു മധ്യസ്ഥനായ പരിശുദ്ധ റൂഹ. 2 ദൈവിക ആളുകളുടെ മധ്യസ്ഥം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള മധ്യസ്ഥന്മാർ ഭയങ്കര ശക്തിയുള്ളവരാ. ദൈവപിതാവിന് മുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കാൻ ഏക മധ്യസ്ഥനും മറ്റൊരു മധ്യസ്ഥനുമുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? പാരക്ലേത്ത. പാരാമെഡിക്കൽ കോഴ്സ്, പാരലൽ കോളേജ്. പാര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പിപ്പാരയല്ല. പാര എന്ന് വെച്ചാൽ വശം, പാർശ്വം. ക്ലേത്തോസ് എന്ന് പറഞ്ഞാൽ വിളിക്കുക, അരികിലേക്ക് വിളിക്കപ്പെട്ടവൻ എന്നാണ് പാരക്ലേത്തോസ് എന്ന വാക്കിന്റെ ആക്ഷരികാർത്ഥം. പക്ഷേ ഈ ആശ്വസിപ്പിക്കാൻ വേണ്ടിയോ സഹായിക്കാൻ വേണ്ടിയോ അരികിലേക്ക് വരുന്നവൻ എന്ന ധ്വനിയുണ്ട്. അതുകൊണ്ടാണ് ആശ്വാസദായകൻ, സഹായകൻ എന്നൊക്കെ തർജ്ജമ ചെയ്യണേ. എന്നാൽ നിങ്ങളിപ്പോൾ, ഞാൻ ഗ്രീസിൽ അനേക പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ വക്കീലിനെ വിളിക്കുന്നത് പാരക്ലേത്തോസ് എന്നാണ്. പാരക്കാലോ എന്നാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്. എവുക്കരിസ്തോ, നമ്മളൊരു പരിപാടി കഴിഞ്ഞാൽ എവുക്കരിസ്തോ എന്ന് പറയും. എവുക്കരിസ്തോ എന്ന് വെച്ചാൽ നന്ദി. പാരക്കാലോ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിങ്സ്. നമ്മൾ നമസ്തേ എന്ന് പറയില്ലേ? നമ്മൾ നമസ്തേ എന്ന് പറയുന്നത് പോലെ, നമസ്കാരം എന്നൊക്കെ പറയുന്നത് പോലെ ഗ്രീസിൽ നമ്മൾ ചെന്നാൽ അവർ പറയുന്നത് പാരക്കാലോ. പാരക്ലേത്ത് എന്നുള്ള വാക്കാണ്. അതിനർത്ഥം ആശ്വാസം, സഹായം എന്ന് മാത്രമല്ല, അതൊരു ഗ്രീറ്റിംഗ് ആണ്. അഭിവാദനം, വന്ദനം എന്നൊക്കെ അർത്ഥം. ഷാലോം എന്ന് ഹീബ്രുവിൽ യഹൂദന്മാർ പറയുന്നത് പോലെ ഗ്രീസിൽ പറയുന്നത് പാരക്കാലം എന്നാണ്. പക്ഷേ പാരക്കാലം എന്ന വാക്ക് ഇങ്ങനെ ഉപയോഗിച്ചാലും പാരക്ലേത്തോസ് എന്നതിന് ഒരു ടെക്നിക്കൽ അർത്ഥമുണ്ട്, സാങ്കേതിക അർത്ഥം. നിയമവൃത്തങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അവനൊരു പാരക്ലേത്തനെ വെക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഒരു വക്കീലിനെ വെക്കാഞ്ഞില്ലേ എന്നാണ് അർത്ഥം. വക്കീല്, അഡ്വക്കേറ്റ്, അഭിഭാഷകൻ, കൗൺസില്, മധ്യസ്ഥൻ, ഇന്റർസെസർ, കോടതിക്ക് പുറത്ത് വെച്ചിട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നെങ്കിൽ. കാര്യസ്ഥൻ, ഡെപ്യൂട്ടി, ഒരാളുടെ ഡെപ്യൂട്ടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഈ പാരക്ലേത്തോസിനുണ്ട്. എനിക്കൊരു പാരക്ലേത്തോസ് ഇല്ലെന്ന് പറഞ്ഞാൽ മധ്യസ്ഥൻ ഇല്ല. ഞാനൊരു പാരക്ലേത്തോസിനെ വെച്ചു എന്ന് പറഞ്ഞാൽ കാര്യസ്ഥനെ നിയമിച്ചു. അവനെ കോടതിയിലേക്ക് ഒരു പാരക്ലേത്തോയെ വെക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഒരു അഡ്വക്കേറ്റിനെയോ ഒരു കൗൺസിലിനെയോ വക്കീലിനെയോ അഭിഭാഷകനെയോ വെക്കാമെന്നാണ്.
കോടതിയിൽ പ്രതിക്ക് വേണ്ടി ഹാജരായി വാദിക്കുന്ന ആളെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിയമകാര്യ പ്രതിപുരുഷൻ, അറ്റോർണി, അല്ലെങ്കിൽ നിയമകാര്യ കാര്യസ്ഥൻ, ലീഗൽ കൗൺസിലർ. കോടതിയിൽ പ്രതിക്ക് വേണ്ടി ഹാജരായി വാദിക്കുന്ന ആളെയാണ് പാരക്ലേത്തോസ് എന്ന് പറയണേ. ഹീബ്രുവില് മെലിറ്റ്സ് എന്ന വാക്കാണ് ഉപയോഗിക്കണേ. ഇയ്യോബിന്റെ പുസ്തകം 33:23. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനെയോ, മീഡിയേറ്റർ, സ്ഥാനപതിയെയോ, അംബാസഡർ, ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു പാരക്ലേത്തോസ്. യോഹന്നാന്റെ സാഹിത്യത്തിൽ 5 പ്രാവശ്യമാണ് ഈ വാക്ക് ഉപയോഗിച്ചത് പാരക്ലേത്തോസ്. ഈശോയെ സൂചിപ്പിക്കാൻ 1 പ്രാവശ്യം, മറ്റൊരു മധ്യസ്ഥൻ, മറ്റൊരു പാരക്ലേത്ത, ആദ്യത്തെ പാരക്ലേത്ത, ഒന്നാമത്തെ പാരക്ലേത്ത. ഞാൻ പറഞ്ഞു കഴിഞ്ഞു യോഹന്നാന്റെ ലേഖനത്തിൽ. മറ്റെല്ലായിടത്തും പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്താനോ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:16, 14:26, 15:26, 16:7, ഇങ്ങനെ 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂമിയിൽ പോരാട്ടത്തിൽ, സാത്താനുമായുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം നടത്തുന്നതിനാൽ യേശുവാണ് ഒന്നാമത്തെ അഡ്വക്കേറ്റ്, ഒന്നാമത്തെ പാരക്ലേത്ത. ഭൂമിയിൽ സാത്താനെതിരെ പോരാട്ടം നടത്തുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന യേശുവാണ്, ഈശോ മിശിഹായാണ് നമ്മുടെ ഒന്നാമത്തെ അഡ്വക്കേറ്റ്. യേശുവിന്റെ അസാന്നിധ്യത്തില്, യേശു ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പോയല്ലോ, യേശുവിന്റെ അസാന്നിധ്യത്തില് ഭൂമിയില് യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്ന് അവരെ ശക്തിപ്പെടുത്താനും സത്യത്തിൽ അവരെ നയിക്കാനും ദൈവ കുടുംബത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പിശാചിന്റെ വ്യവഹാരത്തിനെതിരെ, കോടതി കേസിനെതിരെ ശിഷ്യന്മാർക്ക് വേണ്ടി വാദിക്കാനും അയക്കപ്പെട്ടവൻ എന്ന നിലയിലാണ് പരിശുദ്ധാത്മാവ് പാരക്ലേത്ത ആയിരിക്കുന്നത്. ഞാൻ ഈ അവസാനം പറഞ്ഞ ഒന്നുകൂടി വായിക്കാം. ഭൂമിയിൽ സാത്താനെതിരെ പോരാട്ടത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കാൻ സ്വർഗാരോഹണം ചെയ്തിരിക്കുകയാണ് ഒന്നാമത്തെ പാരക്ലേത്ത. 1 യോഹന്നാൻ 2:1. യേശു സ്വർഗാരോഹണം ചെയ്ത് പോയപ്പോൾ ഭൂമിയിൽ അവന് സാന്നിധ്യമില്ല. പിന്നെ കൂദാശയിലാണ് അവൻ വരുന്നത്. അപ്പൊ യേശുവിന്റെ അസാന്നിധ്യത്തില് യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്ന് അവരെ ശക്തിപ്പെടുത്താൻ, യോഹന്നാൻ 14:16, അവരെ സത്യത്തിൽ അവരെ നയിക്കാൻ, യോഹന്നാൻ 14:26, 15:26, ദൈവ കുടുംബത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പിശാചിന്റെ വ്യവഹാരത്തിനെതിരെ ശിഷ്യന്മാർക്ക് വേണ്ടി വാദിക്കാൻ. വെളിപാട് 12:10 പറയുന്നത് പിശാച് ഇങ്ങനെ നിരന്തരം നമുക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നെന്ന്. ശിഷ്യന്മാർക്ക് വേണ്ടി വാദിക്കുക എന്ന് പറയുന്നത് യോഹന്നാൻ 16:7-11 വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അയക്കപ്പെട്ടവൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് മറ്റൊരു മധ്യസ്ഥനാണ്, മറ്റൊരു പാരക്ലേത്തയാണ്, മറ്റൊരു വക്കീലാണ്. ദൈവപിതാവും പുത്രൻ തമ്പുരാനും ചേർന്ന് ഈശോ മിശിഹായുടെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധ റൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. യോഹന്നാൻ 14:26, 16:7, 15:26. ആദ്യത്തെ പാരക്ലേത്തയായ, മധ്യസ്ഥനായ യേശുവിന്റെ പിൻഗാമിയെ പോലെയാണ് പരിശുദ്ധ റൂഹ എന്ന പാരക്ലേത്ത. യേശു എന്ന ഏക മധ്യസ്ഥനോടൊപ്പം വിശ്വാസികൾക്ക് വേണ്ടി വാദിക്കുക, വക്കാലത്ത് നടത്തുക, അങ്ങനെ ചെയ്യുന്ന മറ്റൊരു വക്കീലാണ്, മറ്റൊരു കൗൺസിലറാണ്, അഭിഭാഷകനാണ് പരിശുദ്ധാത്മാവ്. ഏക മധ്യസ്ഥനായി യേശു ഉള്ളത് കൊണ്ട് മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ലെന്ന് പഠിപ്പിക്കുന്ന നിയോപെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികളും ഈ കത്തോലിക്ക സഭയെ എതിർക്കുന്നവരൊക്കെ ഈ തിരുവചനത്തിനെതിരെ പാപം ചെയ്യുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 വാക്കുകളുടെ അർത്ഥം കിട്ടും. എന്താണ് 3 വാക്കുകളുടെ അർത്ഥം പറഞ്ഞത്? ഈ പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യത്തെക്കുറിച്ച് 3 കാര്യങ്ങളാണ് ഈശോ വെളിപ്പെടുത്തിയത്. 1, അവൻ നിങ്ങളോടുകൂടെ, പരിശുദ്ധ റൂഹ നിങ്ങളോടുകൂടെ, പാരക്ലേത്ത എന്ന വക്കീല് നിങ്ങളോടുകൂടെ. മെത്ത് ഹ്യൂമോൻ എന്നാണ് ഗ്രീക്കില്. മെത്ത് ഹ്യൂമോൻ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമോൻ, മെത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, നിങ്ങളോട് കൂടെ. ഇവിടെ ബഹുവചന രൂപത്തിലാണ്, നിങ്ങളോട് കൂടെ, നിങ്ങളോട്. അതായത് സഭ എന്ന കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്നവിടെ ഉദ്ദേശിക്കുന്നത് സ്ലീഹന്മാർ മാത്രമല്ല, സഭ, സ്ലീഹന്മാരുടെ പ്രഘോഷണത്തിലൂടെ രൂപപ്പെടുന്ന ബഹുവചനമായ സഭ. മറ്റെന്നതിനർത്ഥം സംഘത്തിലായിരിക്കുക എന്നാണ്, കൂട്ടത്തിലായിരിക്കുക, സഖ്യത്തിലായിരിക്കുക, കൂട്ടുകെട്ടിലായിരിക്കുക, തുണയായിരിക്കുക, പങ്കാളിയായിരിക്കുക എന്നൊക്കെയാണ്. മെത്ത് ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം പല ആളുകളിൽ ആയിരിക്കുക എന്നല്ല ധ്വനി. ഇതൊന്ന് കേൾക്കണേ. ഒരേ സമയം പല ആളുകളിൽ ആയിരിക്കുക എന്നല്ല നിങ്ങളോട് കൂടെ എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്. മറിച്ച് പല ആളുകൾ ചേർന്നുള്ള സഭയിൽ, കൂട്ടായ്മയിൽ പരിശുദ്ധ റൂഹ ആയിരിക്കുമെന്നാണ്. പല ആളുകൾ ചേർന്നുള്ള സഭയിൽ, ആ കൂട്ടായ്മയിൽ
പരിശുദ്ധ റൂഹ ആയിരിക്കും. സഭ എന്ന കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവിന്റെ നിരന്തര സാന്നിധ്യം ഉള്ളത്. സഭ എന്ന വിശ്വാസ കൂട്ടായ്മയോട് കൂടെ എന്നേക്കും ആയിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റൂഹായെ നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സഭ എന്ന കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയാൽ അവർക്ക് പരിശുദ്ധാത്മാവില്ല. അവർക്ക് ചിലപ്പോൾ ഭാഷാവരം ഉണ്ടാകും, പ്രവചനവരം ഉണ്ടാകും, ദർശനവരം ഉണ്ടാകും. പക്ഷെ ദൈവിക ജീവൻ എന്ന് പറയുന്ന പരിശുദ്ധ റൂഹ ഉണ്ടാവില്ല, വരപ്രസാദം ഉണ്ടാകില്ല. പിശാച് പോലും അത്ഭുതങ്ങൾ ചെയ്യാറുണ്ടെന്ന് യാക്കോബ് സ്ലീഹ പറയുന്നുണ്ട്. അത്ഭുതം ചെയ്യുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ലക്ഷണം, അത്ഭുതമല്ല, മറിച്ച് ദൈവവരപ്രസാദമാണ്, ദൈവിക ജീവനാണ് അത്. അപ്പോൾ സഭ എന്ന കൂട്ടായ്മ, ക്രിസ്തുവിന്റെ സഭ എന്ന തിരുസഭയെ എന്ന കൂട്ടായ്മയുടെ കൂടെ എന്നേക്കുമായിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റൂഹായെ ഈശോ മിശിഹാ നൽകിയിരിക്കുന്നത്. അത് ആ സഭ എന്ന കൂട്ടായ്മയിൽ ആയിരുന്നാലേ അവന് കിട്ടും. ആ സഭയ്ക്ക് പുറത്തു പോയാൽ പരിശുദ്ധ റൂഹ എന്ന് പറയുന്ന ദൈവിക ജീവൻ, വരപ്രസാദം അതുണ്ടാകില്ലേ. അതാണ് നിങ്ങളോട് കൂടെ എന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങളുടെ അരികിൽ ഉണ്ടായിരിക്കുമെന്നാണ് രണ്ടാമത് പറഞ്ഞത് 14-17. നിങ്ങളുടെ അരികിലായിരിക്കാൻ. അതിന് കർത്താവ് ഉപയോഗിച്ച വാക്ക് പാർ ഹ്യൂമൻ എന്നാണ്. പാർ ഞാൻ നേരത്തെ പറഞ്ഞു, പാരക്ലേത്ത, പാർശ്വം, വശം എന്നൊക്കെ അർത്ഥം. പാർ ഹ്യൂമിൻ, നിങ്ങളുടെ അരികിൽ. പാരെന്ന വാക്കിന് ഞാൻ പറഞ്ഞല്ലോ, പാർശ്വം, അരിക്, വശം. ഈ പ്രയോഗത്തിന് സവിശേഷം ഒരു അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സഭാത്മക സാന്നിധ്യം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അരികിൽ, നിങ്ങളോട് കൂടെ എന്നത് ഞാൻ പറഞ്ഞത് പല ആളുകൾ ചേർന്നുള്ള സഭ എന്ന കൂട്ടായ്മയിൽ എന്നേക്കുമായിരിക്കുക, എന്നേക്കും, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ സഭാത്മക സാന്നിധ്യം, എക്ലേസിയൽ പ്രസൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. സഭയുടെ അരികിൽ പരിശുദ്ധ റൂഹ ഉണ്ടായിരിക്കും. സഭ എന്ന കൂട്ടായ്മയോട് കൂടെ പരിശുദ്ധാത്മാവിന്റെ നിരന്തര സാന്നിധ്യമുണ്ട്. ഇവിടെ പറയുന്നത് സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ സഭയുടെ വക്കീലായിട്ട് സഭയുടെ കൂടെ ഉണ്ടാകും, സഭയുടെ അരികിലുണ്ടാകും. സഭ എന്ന കൂട്ടായ്മയിൽ മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ വക്കീലായ, കർത്താവ് ഏൽപ്പിച്ച വക്കീലായ പരിശുദ്ധ റൂഹ സഭയുടെ അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ഭാര്യയെ ഏതറ്റം വരെയും സംരക്ഷിക്കാനായിട്ട് ഭർത്താവ് കൂടെ ഉള്ളത് പോലെ, ആ അർത്ഥത്തിലാണ് അരികിൽ. ഭാര്യയുടെ കൂടെ തുണയായി, ഇണയായി ഭർത്താവ് ഉള്ളത് പോലെ സഭയുടെ കൂടെ സഭയുടെ കാര്യങ്ങൾ വാദിക്കാൻ, കേസ് വാദിക്കാൻ പരിശുദ്ധ റൂഹ ഉണ്ടായിരിക്കും. ഇതാണ് നിങ്ങളുടെ അരികിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി കർത്താവ് പറയാണ്, അവൻ നിങ്ങളിലായിരിക്കും. എൻ ഹ്യൂമിൻ എന്നാണ് അതിൻ്റെ ഗ്രീക്ക്. എൻ ഹ്യൂമിൻ. ഞാൻ ഈ ഗ്രീക്ക് വാക്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതാം. നിങ്ങളുടെ ഉള്ളിൽ എന്നാണ് അർത്ഥം. നിങ്ങളിൽ. ആദ്യത്തെ നിങ്ങളോട് കൂടെ, 2 നിങ്ങളുടെ അരികിൽ, 3 നിങ്ങളിൽ. ഇതിനും പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട്. പേഴ്സണൽ പ്രസൻസിനെ ഉദ്ദേശിക്കുന്നത്, വ്യക്തിഗതമായ സാന്നിധ്യം. സഭ എന്ന കൂട്ടായ്മയിൽ മാത്രമല്ല, സഭ എന്ന കൂട്ടായ്മയിലുള്ള സകല വ്യക്തികളിലും പരിശുദ്ധ റൂഹ ഉണ്ടായിരിക്കും. സഭയിൽ മൊത്തത്തിലായി മാത്രമല്ല പരിശുദ്ധ റൂഹയുടെ സാന്നിധ്യമുള്ളത്, സഭയിൽ നിൽക്കുന്ന ഓരോ വിശ്വാസിയിലും പരിശുദ്ധാത്മാവിന്റെ വ്യക്തിഗതമായ, വൈയക്തികമായ സാന്നിധ്യം ഉണ്ടായിരിക്കും. കാരണം ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധ റൂഹായാണ് സഭ. ഇതൊരു 1000 വട്ടം നിങ്ങളുടെ ബ്രെയിനിൽ എഴുതി വെക്കണേ, മറക്കരുത്. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധ റൂഹായാണ് സഭ. കത്തോലിക്ക സഭയുടെ ആത്മാവ് പരിശുദ്ധ റൂഹായാണ്. The soul of the Catholic Church is the Holy Spirit. The soul of the Catholic Church is the Holy Spirit. അതുകൊണ്ടാണ് സഭ ഇങ്ങനെ നിൽക്കണേ. പ്രോട്ടസ്റ്റന്റുകാർ പോയി, പെന്തക്കോസ്തക്കാർ പോയി, യഹോവസാക്ഷികൾ പോയി, എന്നിട്ടും ഈ സഭ, കത്തോലിക്ക സഭ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് 2000 കൊല്ലം മാറ്റി നിൽക്കുന്നതിന് കാരണം, മാത്രമല്ല ഇപ്പോൾ പലരും പോയവരും തിരിച്ചു വരുന്നു. അതിന് കാരണം ഈ എത്രയോ വൈദികർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, എത്രയോ അൽമാർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, മാർപ്പാപ്പമാർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, പിന്നെ മെത്രാന്മാർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്നിട്ടും ഈ സഭ ഇങ്ങനെ പോകുന്നതിന് കാരണം ഈ കാണുന്ന സ്ട്രക്ചർ അല്ല, ബോഡി, അതിന് ശരീരം മാത്രമല്ല ഉള്ളത്, അതൊരു സാമൂഹിക സംഘടനയല്ല, മറിച്ച് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് സഭ, കത്തോലിക്ക തിരുസഭ. അതുകൊണ്ടാണ് തിരുസഭ എന്ന് വിളിക്കണേ. ഇക്കാരണത്താൽ ഓരോ വ്യക്തിയും, സഭ മൊത്തത്തിലും പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 6:19. സഭ മൊത്തത്തിലും പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 797 16:8 ആ സൂചനയുണ്ട്. യോഹന്നാൻ 16:8. ചുരുക്കത്തില് ഈ
എന്തൊരു ശക്തിയുള്ള വാക്കുകളെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ അരികിൽ, നിങ്ങളിൽ. പരിശുദ്ധ തൃത്വത്തിൽ മൂന്നാമത്തെ ആള് ദൈവം തന്നെയായ പരിശുദ്ധ റൂഹ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധ റൂഹ, പിതാവിനും പുത്രനും കൂടി അയക്കുന്ന പരിശുദ്ധ റൂഹ. ആ റൂഹ നിങ്ങളോട് കൂടെ, അതായത് സഭ എന്ന കൂട്ടായ്മയിൽ, നിങ്ങളുടെ അരികിൽ, അതായത് സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ ഭർത്താവ് ഭാര്യയുടെ കൂടെ നിൽക്കുന്നത് പോലെ പരിശുദ്ധ റൂഹ സഭയുടെ കൂടെ, നിങ്ങളിൽ ഓരോ വ്യക്തിയിലും നമ്മുടെ ശരീരമാണ് പരിശുദ്ധ റൂഹായുടെ ആലയം. നമ്മുടെ ശരീരം, ഈ ശരീരം ഇങ്ങനെ അതെപ്പോഴായത്? മാമോദിസ സ്വീകരിക്കുമ്പോൾ. എന്നിട്ട് പരിശുദ്ധ റൂഹായുടെ ആലയമായ ഈ ശരീരത്തിലേക്ക് കുർബാന വഴി കർത്താവ് വരികയാണ്. ഇന്നത്തെ തിരുവചനത്തിൽ അത് സൂചന കർത്താവ് നൽകിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതായത് അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും. എപ്പോഴാ കണ്ടത്? അത് എമ്മാവൂസിൽ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി വിഭജിച്ചു മുറിച്ചു കൊടുത്തു. അവരെ കണ്ണുകൾ തുറക്കപ്പെട്ട് അവർ കണ്ടു. അങ്ങനെ 40 ദിവസം ചെയ്തു അവൻ. കുർബാനയിലെ അല്പസമയത്തേക്ക് നിങ്ങൾ എന്നെ അല്പസമയം കഴിഞ്ഞ ലോകം എന്നെ കാണില്ല, നിങ്ങൾ എന്നെ കാണും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരും വിശ്വാസികളും കുർബാനയില്, കൂദാശയില്. ഞാൻ ജീവിക്കുന്നത് നിങ്ങളും ജീവിക്കും. ഇത് എൻ്റെ ശരീരം എന്ന് വെച്ചാൽ ഇത് ഞാൻ തന്നെ. ശരീരം എന്ന് പറഞ്ഞാൽ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമല്ല. ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസത്തെ അല്ല ശരീരം എന്ന് പറയണേ. ശരീരത്തിന്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത്. എന്ന് വെച്ചാൽ ആളുടെ ഉയർപ്പില്. ശരീരം എന്ന് പറഞ്ഞാൽ ആള്, ബോഡി മീൻസ് ദ പേഴ്സൺ. ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ. ഇത് ഞാൻ തന്നെ. നിത്യം ജീവിക്കുന്നവനായ ഞാനാണ് ഈ അപ്പത്തില്. എൻ്റെ ജീവനാണ് ഈ അപ്പത്തിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കില്ല. കത്തോലിക്കർക്ക് മരണമില്ല, ട്രാൻസ്ഫറേ ഉള്ളൂ, സ്ഥലം മാറ്റം. ജീവശാസ്ത്രപരമായ ജീവനിൽ നിന്ന് അനശ്വര ജീവനിലേക്കുള്ള സ്ഥലം മാറ്റമേ കത്തോലിക്കർക്കുള്ളൂ, കത്തോലിക്കർക്ക് മാത്രം. കാരണം മരിച്ചവരിൽ ഉത്ഥാനം ചെയ്ത് അനശ്വര ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഏക വ്യക്തിയായ ഈശോ മിശിഹ ഇപ്പോൾ നമ്മിലേക്ക് കൗതാശികമായി വരുന്നത് കത്തോലിക്കർക്ക് മാത്രമാണ്. ഇത് വലിയൊരു പ്രിവിലേജാണ്, ആനുകൂല്യമാണ്. ഈ ആനുകൂല്യം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കാനാണ് കത്തോലിക്കരോട് പറഞ്ഞിരിക്കുന്നത്. ഈ വചനം കഠിനമാണെന്ന് വിചാരിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റന്റുകാരെ സഭ ഉപേക്ഷിച്ച് പോയത്, പെന്തക്കോസ്തുകാർ പോയത്, യഹോവ സാക്ഷികൾ പോയത്. അവരോടൊക്കെ കർത്താവ് ചോദിക്കാൻ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു, പോയിക്കോ. പക്ഷേ തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിന് സഭയിൽ നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന പത്രോസ് ചോദിച്ചപ്പോൾ പൊയ്ക്കോ എന്നുള്ള അർത്ഥത്തിലല്ല. പോകരുത്, നിത്യജീവന്റെ വചനങ്ങൾ എൻ്റെ കയ്യിലാണ്, എൻ്റെ പക്കലാണ്. ചുരുക്കത്തിൽ ഇവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആ വലിയ ദൗത്യം കത്തോലിക്കർക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴേ അനശ്വര ജീവനിലേക്ക് പ്രവേശിക്കുന്നു. അതിനെ തകർക്കാൻ മാനുഷിക മരണത്തിന് കഴിയില്ല, ശാരീരിക മരണത്തിന് കഴിയില്ല. അതാണ് പറഞ്ഞത്, അല്പസമയം കഴിഞ്ഞ് ലോകം എന്നെ കാണില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. കത്തോലിക്കര് കൂദാശയില് അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ അരികിൽ, നിങ്ങളിൽ. ഈ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയില്ലെന്ന് കർത്താവ് പറയുന്നുണ്ട്. കാരണം എന്താണ്? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് സഭ. അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു 500 പേജുള്ള പുസ്തകം എഴുതാനുള്ള സംഗതിയാണ് ഞാൻ ഈ ഒരു 18 മിനിറ്റ് അല്ലെങ്കിൽ 19 മിനിറ്റ് കൊണ്ട് പറയണേ. അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം കേട്ട് വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അർത്ഥം കിട്ടും. ഈ കഴിഞ്ഞ ദിവസത്തെ പുത്രനെ കുറിച്ചുള്ള വീഡിയോയും നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് പോകുന്നത്. കുറച്ച് പേര് വീഡിയോ കാണുന്നു എന്നുള്ള സങ്കടം പലരും പറയുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ബേജാറാവണ്ട. കർത്താവ് 12 പേരോടാണ് പറഞ്ഞത്. നമ്മൾ 100-300 പേര് കേൾക്കുന്നില്ലേ? അത് ചെറുതാണോ? അതിൽ കുറേ വൈദികരില്ലേ? അപ്പോൾ അവർ പറയില്ലേ മറ്റുള്ളവരോട്? നിങ്ങളും പറയില്ലേ? ഇങ്ങനെയാണ് ഈ ചെയിൻ റിയാക്ഷൻ. അതുകൊണ്ട് 2 ലക്ഷം പേര് കണ്ടു, 5 ലക്ഷം പേര് കണ്ടു, ഒരു ദിവസം കണ്ട് കേട്ട് പോകുന്ന അതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വചനം പ്രഘോഷിക്കുകയാണ് എല്ലാ കാലത്തേക്കുമായിട്ട്. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ പരിശുദ്ധ റൂഹ ചെയ്തോളും. നമ്മിലുള്ള, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ അരികിലുള്ള പരിശുദ്ധ റൂഹ ചെയ്തോളും, ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.